കലാഭൻ മണി എന്ന് പറയുന്ന ഒരു നടൻ മലയാളത്തിൽ ഒരു ഹാസ്യ നടനായിട്ട് തുടങ്ങി, പിന്നീട് മലയാളത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചു, നായകനായിട്ട് അഭിനയിച്ച് മലയാളത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം തമിഴിൽ പോകുന്നത്. ശരിക്കും തമിഴിൽ അദ്ദേഹം മലയാളത്തിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് തമിഴ് സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു. പക്ഷേ അതൊന്നും അങ്ങനെ അത്ര വലിയൊരു സക്സസ്സോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയൊരു ഗുണമാവുന്ന തരത്തിലുള്ള വേഷങ്ങളൊന്നും അല്ലായിരുന്നു അന്ന് തമിഴിൽ കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം കുബേരൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ദിലീപിൻ്റെ കൂടെ അഭിനയിക്കുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന് ജെമിനി എന്ന് പറയുന്ന ഒരു സിനിമ, നമുക്കറിയാം വിക്രമിൻ്റെ കരിയറിൽ വലിയൊരു ബ്രേക്ക് ആയിട്ടുള്ള ഒരു സിനിമയാണ് ജെമിനി. അതിനു മുമ്പ് 99 സേതു എന്ന് പറയുന്ന ഒരു സിനിമയോടുകൂടി നായകൻ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ വിക്രമിന് പിന്നീട് ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്കുള്ള വിക്രമിന് ഇത് കൊടുത്ത ഒരു സിനിമയാണ് ജെമിനി. ശരിക്കും ജെമിനി അന്ന് അജിത്തായിരുന്നു. അന്ന് അജിത്തിനെ വെച്ചിട്ടത് തുടങ്ങി, പിന്നീട് പല കാരണങ്ങളോട് അജിത്ത് മാറിയിട്ട് ആ റോളിലോട്ട് വിക്രം എത്തിയതൊക്കെയാണ്. അപ്പോൾ 2001 ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ജെമിനിയിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ തമിഴ് സിനിമയിൽ ഇപ്പോൾ തൽക്കാലം അഭിനയിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലായിരുന്നു കലാഭവൻ മണി ഇരുന്നിരുന്നത്. അപ്പോൾ മണി വിചാരിച്ചു വേണ്ട, ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അതേ സമയത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന് പറയുന്ന ഒരു സിനിമ വിനയനപ്പുറത്ത് ദിലീപിനെ വെച്ച് പ്ലാൻ ചെയ്ത്, പിന്നീട് ദിലീപ് മാറിയ ശേഷം പുതുമുഖമായിരുന്ന ജയസൂര്യനെ വെച്ചിട്ട് വിനയൻ വീണ്ടും ആ ഒരു സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഊമപ്പെണ്ണിലേക്ക് വേണ്ടി അന്ന് കലാഭവൻ മണീനെ വിളിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം വിനയൻ്റെ സിനിമകളിലൂടെയാണ് മണി ശരിക്ക് നായകരുടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. വാസന്തി ലക്ഷ്മി, പിന്നെ ഞാനും ആയിക്കോട്ടെ, കരിമണി കുട്ടനായിക്കോട്ടെ, ഇതൊക്കെ വിനയൻ്റെ സിനിമകളാണ്. അപ്പോൾ വിനയൻ്റെ വളരെ സ്വന്തം ആളാണ് വിനയൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ് കലാഭവൻ മണിക്ക്. അപ്പോൾ മണീനെ അതിൽ ഡേറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ കലാഭവൻ മണി അഭിനയിക്കാം എന്നും ഏറ്റിരുന്നൊരു സമയമാണ്. ആ സമയത്ത് ഈ പറഞ്ഞ ജയസൂര്യക്ക് ചില പ്രശ്നങ്ങൾ, ജയസൂര്യയുടെ കാലിന് അതിലൊരു ഫൈറ്റ് സീക്വൻസ് എടുക്കുമ്പോൾ കാലിന് ചെറിയൊരു പരിക്ക് പറ്റി, ഷൂട്ട് തൽക്കാലം ബ്രേക്ക് ആവുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് കലാഭവൻ മണിയുടെ അടുത്ത് വിനയം പറഞ്ഞു ഇത് ബ്രേക്ക് ആവണം, അപ്പോൾ വേറെ സിനിമ ചെയ്യണമെങ്കിൽ ചെയ്തോ എന്ന് നീണ്ടുപോകുന്നു പറഞ്ഞപ്പോഴാണ് കലാഭവൻ മണി ജെമിനിയിൽ അഭിനയിക്കാൻ പോയത്. അത് ദിലീപാണ് പറഞ്ഞത്, ജെമിനി വിടരുത്, അത് ചെയ്യണം എന്ന് പറഞ്ഞ് ദിലീപ് അപ്പുറത്തൊരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കലാഭവൻ മണി അപ്പുറത്തോട്ട് ജെമിനിയിൽ അഭിനയിക്കാൻ പോയി. ജെമിനിയിൽ കമ്മിറ്റ് ചെയ്ത ശേഷമാണ് വിനയം വിളിക്കുന്നത്. പക്ഷേ ഊമപ്പെണ്ണിൽ അഭിനയിക്കാൻ കലാഭവൻ മണിക്ക് പറ്റിയില്ല. അപ്പോൾ ഊമപ്പെണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹരിശ്രീ അശോകൻ്റെ ഒക്കെ റോളായിരിക്കാം, ഏതാ റോളെന്ന് അറിയില്ല. എന്തായാലും വിനയൻ്റെ അതുവരെയുള്ള സിനിമകളിലൊക്കെ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ രാക്ഷസ രാജാവ്, കുറേ സിനിമകൾ, ദാദാസാഹിബ്, എല്ലാത്തിലും കലാഭവൻ മണിയുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ വിനയൻ്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ മണി ഇല്ലാത്ത ഒരു സിനിമ ഊമപ്പെണ്ണ് തന്നെയായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ കല്യാണ സൗഗന്ധികം മുതലും മറ്റേ ഉല്ലാസപ്പൂങ്കാറ്റായിക്കോട്ടെ, ആകാശഗംഗ ആയിക്കോട്ടെ, ഇൻഡിപെൻഡൻസ് ആയിക്കോട്ടെ, പ്രണയനിലാവ് ആയിക്കോട്ടെ, എല്ലാ സിനിമയിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കലാഭവൻ മണിയുണ്ട്. അദ്ദേഹം നായകനായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോലും വിനയൻ്റെ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം സംഭവിച്ച ഒരു ഗുരുവിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പകരം അപ്പുറത്ത് കുബേരൻ കയ്യടി കൊണ്ടുപോയി, ജെമിനി എന്ന് പറഞ്ഞ സിനിമയും കയ്യടി കൊണ്ടുപോയി. ജെമിനി എന്ന് പറഞ്ഞ സിനിമ 2002 ഒരു ഫെബ്രുവരി മാർച്ച് ആ സമയമാണ് ഇറങ്ങുന്നത്. അത് ആ ഒരൊറ്റ സിനിമ മാത്രം മതി. കാരണം കലാഭവൻ മണി അവിടെ നിന്ന് അങ്ങോട്ട് തമിഴും തെലുങ്കും കന്നഡയും മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പൂണ്ടുവിളയാട് തന്നെയായിരുന്നു. കാരണം അന്നൊക്കെ പലപ്പോഴും പല മാഗസീൻസിലൊക്കെ കേട്ടിട്ടുണ്ട്, അന്ന് പല തെലുങ്കിലൊക്കെ നായകന്മാർക്ക് തുല്യമായിട്ടുള്ള ആ ഒരു പോസ്റ്ററിൽ കലാഭവൻ മണിയും ഈക്വൽ ഇമ്പോർട്ടൻസ് കൂടിയാണ് കലാഭവൻ മണീനെ അതിൽ പ്ലേസ് ചെയ്യാറുള്ളത് പോസ്റ്ററിലൊക്കെ. അത് രജനീകാന്ത് വരെ അന്ന് യന്ത്രൻ സിനിമയിലും, അതിന് മുമ്പ് അന്യൻ സിനിമയിലുണ്ട്, ശിവാജിയിൽ എനിക്ക് ഓർമ്മയില്ല, ശിവാജിയിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും യന്ത്രൻ സിനിമയിൽ കലാഭവൻ മണിക്ക് വേണ്ടി വരെ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയം. അത് ആ റോള് കലാഭവൻ മണി തന്നെ ചെയ്യണം എന്ന രീതി തന്നെയാണ് അന്ന് ഇവർക്കൊക്കെ നിർബന്ധമായിരുന്നത്, സംവിധായകൻ ശങ്കറിൻ്റെ നിർബന്ധമായിരുന്നത്. എന്തായാലും കലാഭവൻ മണീനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെപ്പോഴും ചർച്ചകളൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ സമ്മർ ഇൻ ബത്ലഹേം എന്നുള്ള സിനിമ വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയോട് അനുബന്ധിച്ച് അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ അണിയറപ്പുറത്തവരൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള പേര് കലാഭവൻ മണി എന്നാണ്. കാരണം അതിൽ സുകുമാരി ഇല്ല, മയൂരി ഇല്ല, ഒരുപാട് പേര്, അഗസ്റ്റിനൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഗിരീഷ് പുത്തഞ്ചേരി ജീവിച്ചിരിപ്പില്ല. പക്ഷേ അതിൽ അഭിനയിച്ചിട്ടുള്ള അന്നത്തെ കുട്ടികളായിരുന്നു അവർ. ഇന്ന് വളർന്ന് എല്ലാവരും വലിയ സ്ത്രീകളായി. അവരൊക്കെ പറഞ്ഞു അന്ന് കലാഭവൻ മണി അങ്കിൾ ഞങ്ങളെ ഒരു മക്കളെ പോലെയാണ് ഞങ്ങളെ കൊണ്ടു നടന്നിരുന്നത്, അദ്ദേഹത്തെ വളരെയധികം മിസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്നാലും കലാഭവൻ മണീനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും സിനിമകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം.